അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് തിരുവനന്തപുരത്ത് ഉള്ള ഭീമാപ്പള്ളി, അവിടുത്തെ ഉറൂസിൻ്റെ കാര്യമാണ്. അനാചാരമാണ്, അനാവശ്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചേർന്നും കൊണ്ട് നമ്മുടെ അനിസ്ലാമികമായ രീതിയിലുള്ള ചടങ്ങുകൾ, ആഘോഷങ്ങൾ എല്ലാ ആലിമീങ്ങൾ മനസ്സിലാക്കി തന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തി വന്നത് വല്ലാത്ത ഒരു കാര്യമാണ്. ബഹുമാനമുള്ളവരെ, അത് ഏത് രീതിയിലാണ് പറയേണ്ടത് എന്ന് പോലും മനസ്സിലാകാത്ത ഇതിന് ആലിമീങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആലിമീങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ നിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു ഉസ്താദ് പറയുന്നു. ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പനവൂരും. അദ്ദേഹം ഈ ഇവിടുത്തെ ഭീമാപ്പള്ളിയുടെ ഉറൂസ് എന്നല്ല, ഒരുപാട് അനിസ്ലാമികമായി കഴിച്ചു വരാറുള്ള ഉറൂസിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉറൂസിന് പോകാറുണ്ടായിരുന്നു. ഉറൂസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുറപ്പെട്ട് കിടന്നതാണ് എന്ന് പറഞ്ഞ് വർഷം തോറും ഉറൂസ് നടത്താറുണ്ട്. ഇതുപോലെയുള്ള ഉറൂസല്ല. ആ ഉറൂസിൻ്റെ അന്നത്തെ ദിവസമോ 2 or 3 ഒരാഴ്ചയോ മതപ്രഭാഷണവും അതുപോലെ മഖ്ബറിൻ്റെ അടുത്ത് പോയി എല്ലാവരും ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതും, പിന്നെ ശീറണി കൊടുക്കുക, പ്രഭാഷണം കേൾക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഇതര മതസ്ഥരെ പോലും നാണിക്കുന്ന രീതിയിലുള്ള അവരുടെ ഉത്സവമാണെങ്കിൽ ഇല്ല എന്ന് പറയാം. ബഹുമാനമുള്ളവരെ, മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ വളരെ ഖേദമാണ്. നമ്മൾ ഏതോ ജമാഅത്തോ തബ്ലീഗോ അതല്ലെങ്കിൽ വഹാബികളോ ഒന്നും ആയിട്ടല്ല ഇത് പറയുമ്പോൾ നമ്മളെ വഹാബിയാക്കാൻ തയ്യാറാണ്. എന്ത് ചെയ്യാനും ഇവർ മടിക്കുകയില്ല. ഇവരുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നതാണ്. അതിൽ കുറച്ച് ആലിമീങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അത് ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് പറയുന്നത് അല്പം കേൾക്കുക, പിന്നെ ഞങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനിസ്ലാമിക പ്രവർത്തനങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല. കൊല്ലം ജില്ലയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 or 2 സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഉറൂസൊക്കെ കുറവാണ് അല്ലേ? ഉറൂസ് എവിടെയെങ്കിലും ഉണ്ടോ കൊല്ലം ജില്ലയിൽ? തങ്ങളെ വളരെ കുറവെന്നാ തോന്നുന്നത്. ഉറൂസ് നല്ലതാണ്, ഉറൂസ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മണ്ണിൽ, അവര് മറമാടപ്പെട്ട മണ്ണിൽ ഖുർആൻ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയെ പറ്റി അള്ളാഹു പറഞ്ഞത് ചുറ്റും ബറക്കത്തെന്നാണ്. ഈ ചുറ്റും ബറക്കത്ത് വന്ന എന്തുകൊണ്ടാണ്? തക്കാവുള്ളത് കൊണ്ടല്ല, നിസ്കാരപ്പള്ളി അതിന്റെ ചുറ്റുമുള്ളത് കൊണ്ടല്ല. ഈ ചുറ്റും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ വീടുകൾ അവിടെയായിരുന്നു. അവരുടെ കാലശേഷം അവരുടെ ഖബറുകൾ അവിടെയാണ്. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു നായകൻ ഉണ്ടാവും, ഒരു നവോത്ഥാന നായകൻ. ചില മണ്ണുകളിൽ അങ്ങനെയുണ്ട്.
നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തി മരണപ്പെട്ട് ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ ഖബറടക്കിയിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ജനകീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇതിനൊക്കെയാണ് ഉറൂസ് എന്ന് പറയുക. കൊല്ലം ജില്ലകളിൽ അത് വളരെ കുറവാണ്. എന്നാൽ പല ജില്ലകളിലും ആ ഉറൂസ് എന്ന പേരിൽ നടക്കുന്ന പല അനിസ്ലാമിക പ്രവർത്തനങ്ങൾ അത് പണ്ഡിതന്മാര് കൃത്യമായി അത് പറഞ്ഞുകൊടുത്ത് അത് പാടില്ല എന്ന് പറഞ്ഞ് മതത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ പരിവേഷം കെട്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പണ്ഡിതന്മാർ മുൻകൈയെടുത്തുകൊണ്ടിരിക്കണം. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് ചെയ്യുന്നുണ്ട്. അതൊരളവോളം വിജയിക്കുന്നുമുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മൾ പറയേണ്ടി വരുമ്പോൾ നമുക്കൊരുപാട് തെറിവിളി കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറെന്തെങ്കിലുമൊക്കെ പേരിലുള്ള അനാചാര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകണോ അവിടേക്ക് പോകണോ എന്നൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസാക്ഷി നേരെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ആ മനസാക്ഷി അല്ലെങ്കിൽ ഹവൻ നഫ്സ് അല്ലെങ്കിൽ ജഡികേച്ഛ ഇതിനെ നമ്മൾ കടിഞ്ഞാനിട്ടിട്ട് നമ്മൾ നേരെ പള്ളിയിൽ പോകാനുള്ളൊരു മനസ്സ് കാണിക്കണം. നമുക്ക് ആ സുഖം കണ്ടെത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ആ സുഖം നമുക്ക് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അടിയുറച്ച് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ബഹുമാനമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് നവാസ് മന്നാനിയും പറയുന്നു, നമ്മളിതിനെ പറയാൻ പോയാൽ നമ്മളെ അവർ തെറി പറയും. തെറി പറയലാണ്, വഹാബിയാക്കലാണ്. ഇതുപോലെ നമ്മളെ പോലെ ഇരുന്ന് സംസാരിക്കുന്ന ഇവർ പറയുന്ന, ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സമയത്തിൽ നമുക്ക് സമയം പോലുമില്ല എങ്കിലും ഇതിനെ പറയാൻ വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നു. ഇവർ കരുതുന്നത് നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി പറയുന്നത് എന്ന്. ഇതിൻ്റെ പണത്തിൻ്റെ ആവശ്യം ഇതുപോലെയുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. അവർ ഓരോ ജോലികളും കച്ചവടത്തിലാണുള്ളത്. പണം കിട്ടാതെ ആയി പോകുമോ, അതല്ല ഇവർ പറഞ്ഞതുപോലെ ആൾക്കാർ കുറയാൻ സാധ്യതയുണ്ടോ എന്ന് പേടിയുള്ളത് ഈ തലപ്പാവുകാർക്കാണെന്ന് നല്ല പോലെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് മുമ്പ് ഹുബ്ബള്ളി, ധാരവാഡ് ഇതുപോലെയുള്ള കർണാടകത്തിലെ ഉത്തരഭാഗത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. പാവങ്ങളാണ്, അവർക്ക് ഒരു വിദ്യാഭ്യാസവുമില്ല, അവിടുത്തെ ഒരു ആലിമീങ്ങളും എത്തിയിട്ടുമില്ല. എന്തോ കുറച്ച് നിസ്കരിക്കാനും ആ നിസ്കാരം പോലും ഏതോ രീതിയിലായിരിക്കും. ശരിയായ വിദ്യാഭ്യാസം കിട്ടാതെ അവർക്ക് ഉത്സവം എന്താണ്, ജാത്ര എന്താണ്, മറ്റുള്ളവരുടെ കാര്യം എന്താണ്, നമ്മളതെന്താണ് ഒന്നുപോലും അറിയാത്ത വിദ്യാവന്ത അവിടെ ായിരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത, ഇൽമില്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇപ്പോഴും ചെയ്യുന്നു. അവിടത്തേക്ക് നമ്മുടെ ആലിമ്യങ്ങളുടെ ആരും അവിടെ എത്താറുമില്ല, അവിടെ പോകാറുമില്ല. ഇൽമുള്ളടുത്ത് തന്നെ ഉണ്ടാകും ഇവർ. എവിടെയാണ് മദ്രസയും സ്ഥാപനങ്ങളും ഉള്ളത് അവിടത്തേക്ക് പേരും പ്രശസ്തിയും കിട്ടുമെങ്കിൽ, ഇത്ര പണവും കിട്ടുമെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഉറൂസിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും, ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് പോലും ചോദിക്കാതെ അതിനെ ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അവിടെ പ്രഭാഷണം നടത്തി നല്ല രീതിയിൽ ചെയ്യുന്ന ആലിമാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ നൗഷാദ് ബാക്കി ഉസ്താദാണ് ഈ ഉറൂസിന് പോയി അവിടുത്തെ ദുആ ചെയ്ത് തുടങ്ങി കൊടുത്തത്. അതുമൊന്നു നിങ്ങൾ അല്പം കാണുക സഹോദരന്മാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഭീമാപള്ളി ഉറൂസിൻ്റെ 7ാം ദിവസമായ ഇന്ന്
ഭീമാപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കവി ഉസ്താദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. വേദിയിൽ ഇത് പറയാൻ വളരെ ഖേദമുണ്ട്. ഏത് രീതിയിൽ ചിന്തിച്ചാലും ഈ നമ്മുടെ ഇസ്ലാമിൻ്റെ അടയാളവും പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള ഉത്സവത്തിന് തുടങ്ങിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാതെയാണോ? അദ്ദേഹം അതേ നാട്ടിൻ്റെ ആളാണ്. ഇവിടെ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പറയുന്നു, ഒരുപാട് ആലിമീങ്ങൾ ശ്രമിക്കുന്നു ഇതുപോലെയുള്ള അനാചാരങ്ങൾ, അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന്. അത് അവിടത്തേക്ക് പോയാൽ നമുക്ക് പള്ളിക്ക് പോകാനും തോന്നുന്നതല്ല. ഇബ്ലീസിൻ്റെതായിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പുരുഷന്മാരും സ്ത്രീകളും അതുപോലെയുള്ള ഒരുപാട് കൊട്ടലും മുട്ടലും ഉത്സവം പോലെയാണ്. ദൈവങ്ങളെ ഉത്സവം, ശൈത്താന്മാരുടെ ഉത്സവം നടത്തുന്നുണ്ടല്ലോ ഇതര മതസ്ഥർ, അതുപോലെയാണ്. അത് അവരുടെ വിശ്വാസമാണ്, അതിന് നമ്മളൊന്നും പറയാനില്ല. നമ്മുടെ വിശ്വാസം അതുപോലെ ആകരുത്. അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ രീതിയാണ്, അതവർ പഠിച്ചതാണ്, അവർക്ക് അതിൽ വിശ്വാസമാണ്. അതുപോലെയുള്ള വിശ്വാസമാണോ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് അല്ലാഹു തആലക്കല്ലാതെ ഏതെങ്കിലും ഒരു ഉപ്പാപ്പയോ ഏതോ ഒരു ബീബിയോ കടന്നു അവിടെ മറപ്പെട്ട് കടന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ കാട്ടിക്കൂട്ടണം? മറപ്പെട്ടവർക്ക് മരണപ്പെട്ട് കിടന്നവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഖുർആൻ ഓതലാണ്, യാസീൻ ഓതലാണ്. നമുക്ക് കഴിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ അത് നമ്മുടെ ഫർളായ കാര്യങ്ങളോ നമ്മുടെ ജോലിയോ വിട്ടുപോയി അവിടെ എന്തോ ലഭിക്കുന്നു, അവിടെ പോയാൽ അത് ചെയ്യുന്നു, അവിടെ പോയാൽ അത് കിട്ടുന്നു, കുട്ടികൾ കിട്ടുന്നു, അതല്ലെങ്കിൽ ദാരിദ്ര്യം നീങ്ങുന്നു, ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് ഒരുപാട് അനാചാരങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു വിഷമമുണ്ട്. ഇത്രയും ആലിമീങ്ങൾ തന്നെ ഇതിന് മുൻഗണന എടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോലും മടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത് വെറും പ്രശസ്തിയും പേരും മാത്രമാണ്. അവിടെ നൗഷാദ് ബാക്കവി വന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായി പോയി. ഇത് എന്താണ്? ഇത് എന്തെങ്കിലും ഒരു സുന്നത്താണോ? അതല്ല ഫർളാണോ സുന്നത്താണോ? ഒന്നുമല്ല, ഹറാമായ കാര്യങ്ങളല്ലേ സഹോദരന്മാരെ, ഹറാമായ കാര്യങ്ങൾ. നിങ്ങൾ ആ വീഡിയോ നോക്കൂ. ഞാൻ പറയുന്നത് ഒരു മറ്റോ വല്ലോ വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, സുന്നിയായിട്ട് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ സുന്നികൾ തന്നെ ഇതിന് ഇറങ്ങിയിരിക്കുന്നു, ഇതിനെ പറയാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഇവർ പറയുമ്പോൾ മുജാഹിദുകളാണ്, സലഫികളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്ന് ഇവർ ചോദിക്കുന്നു എന്നല്ലാതെ ഇവർക്ക് ആർക്കും അഹ്ലുസുന്നത്ത് വെടിഞ്ഞിട്ടല്ല. അഹ്ലുസുന്നത്ത് ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരാണ് എത്തിക്കുന്നത്. ബഹുമാനമുള്ളവരെ, വിഷമമാണ്. എന്താണ് ഇത്? ഇവർ എന്താണ് ചെയ്യുന്നത്? ഒരു മടിയുമില്ലാതെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഇതുപോലെയുള്ള കാര്യത്തിൽ നിന്ന്, ഇതുപോലെ ചെയ്യുന്ന അനാചാരത്തിൽ നിന്ന് അവർക്ക് പിന്തിരിയുവാനും അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുവാനും എല്ലാവരും ബഹുമാനിക്കാനും, ഔലിയാക്കളാകട്ടെ അമ്പിയാക്കളാകട്ടെ സാധാരണക്കാരാകട്ടെ എല്ലാവരും ബഹുമാനിക്കലും ആദരിക്കലും നമ്മുടെ കടമയാണ്. കൂടാതെ നമ്മുടെ ഇബാദത്ത്, നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇതെല്ലാം അള്ളാഹു പറഞ്ഞതുപോലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെയും നമ്മൾ ചെയ്യേണ്ടവരാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.